എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ വിഷയം മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. 2015 അന്താരാഷ്ട്ര മണ്ണ് സംരക്ഷണ ദിനമായി വർഷമായി ആചരിച്ചു. ഏകദേശം 9 വർഷം കഴിയുന്നു. ഇന്ന് ഡിസംബർ 5 മണ്ണ് സംരക്ഷണ വർഷമായി ലോകത്താകെ അതുമായി ബന്ധപ്പെട്ടവർ ആചരിക്കുകയാണ്. എന്താണ് ഇത്ര വലിയ പ്രാധാന്യം? സാധാരണ വെള്ളത്തെയും വായുവിനെയും അന്തരീക്ഷത്തെയും കടലിനെയും മറ്റൊരുപാട് വസ്തുക്കളെ കുറിച്ച് നമ്മൾ ദിനാചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓസോൺ ദിനാചരണം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണ് മണ്ണിനൊരു ദിനാചരണം? 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ 1000 മുതൽ 5000 വർഷം വരെ വേണമെന്നാണ് ഗവേഷകർ പറയുന്നത്. 1 മില്ലിമീറ്റർ മണ്ണ് പോലും നമുക്കങ്ങനെ കൃത്രിമമായി സൃഷ്ടിച്ച് നാടിൻ്റെയോ നാട്ടാരുടെയോ മണ്ണുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെ നിവർത്തിക്കാൻ കഴിയില്ല. ജൈവാംശമുള്ള മണ്ണുണ്ടാകണമെങ്കിൽ പ്രകൃതിയുടെ ജൈവ രാസ ഭൗതിക പ്രക്രിയകൾ തന്നെ വേണം. അതിന് വെള്ളം ആവശ്യമുണ്ട്, ചൂടാവശ്യമുണ്ട്, കാറ്റിൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് വസ്തുക്കൾ ചേർന്നിട്ടാണ് മണ്ണുണ്ടാകുന്നത്. പാറ പൊടിഞ്ഞാൽ പാറപ്പൊടിയൊക്കെ ഉണ്ടാകും. പക്ഷെ മണ്ണുണ്ടാകണമെങ്കിൽ ഒരുപാട് വസ്തുക്കൾ ആവശ്യമുണ്ട്. പ്രകൃതിയുടെ വരദനമായി ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളത്തെ കരുതി വെക്കാൻ കഴിയുന്നത് ഈ മണ്ണിലാണ്. മണ്ണിന്റെ ഏകദേശം ഒരു 45% ധാതുക്കൾ ഉണ്ടായിരിക്കും. ഒരു 25% വെള്ളമാണ്. മണ്ണാണ് ഏറ്റവും കൂടുതൽ വെള്ളം വെക്കാൻ കഴിയുന്ന മഴവെള്ള സംഭരണി. കോടാനുകോടി ലിറ്റർ മഴവെള്ളമാണ് മണ്ണിൽ കരുതി വെക്കുന്നത്. അങ്ങനെ മഴക്കാലത്ത് കരുതി വെക്കുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് നമ്മുടെ ഉറവകളിൽ, നദികളിൽ, അതുപോലെ തന്നെ മറ്റ് ജലസ്രോതസ്സുകളിലൊക്കെ വെള്ളമായി എത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു 25% വായുവുണ്ട്. അപ്പോൾ പിന്നെ രാസജൈവ വസ്തുക്കളുണ്ട്. ഇവയെല്ലാം ചേർന്നിട്ടാണ് മണ്ണുണ്ടാകുന്നത്. ഏകദേശം 2000 കിലോഗ്രാം സസ്യവേരുകളും ജീവനുള്ള വസ്തുക്കളും 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണിൽ കാണും. 100 കിലോഗ്രാം മണ്ണ് പൂരിതമാകുമ്പോൾ 25 കിലോഗ്രാം മുതൽ 190 കിലോഗ്രാം വരെ വെള്ളം സംഭരിച്ചു വെക്കുവാൻ കഴിയും. തീർച്ചയായും ജൈവാംശം ധാരാളം കടന്നിരിക്കുന്നത് കൊണ്ടാണ് മണ്ണിൽ നമുക്ക് കൃഷിയും മറ്റും ചെയ്യാൻ പറ്റുന്നത്. വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് മണ്ണിലാണ് ശേഖരിച്ചു വെക്കുന്നത്. കേരളത്തിൽ ലാറ്ററൈറ്റ് സോയിൽ നന്നായി കാണുന്ന പ്രദേശമാണ്. ലാറ്ററൈസേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലൊക്കെ ലാറ്ററൈസേഷൻ പ്രോസസ് നന്നായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണ് കൃത്യമായി സംരക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ കാർബൺ സിങ്ക് കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മരങ്ങൾ വലിച്ചെടുക്കുന്ന, വൃക്ഷലതാദികൾ വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ നല്ലൊരു ഭാഗവും സൂക്ഷിക്കുന്നത് മണ്ണിലാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന മണ്ണ് തീർച്ചയായും സംരക്ഷിക്കപ്പെടാതെ പോയാൽ നമുക്ക് കാർബണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ കണക്ക് എടുത്താൽ പോലും ഒരു ഹെക്ടർ ഭൂമിയിൽ നിന്ന് ഏകദേശം 35 മുതൽ 40 ടൺ വരെ മണ്ണാണ് നമുക്ക് നഷ്ടമാകുന്നത്. പക്ഷെ നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ചരിഞ്ഞ ഭൂമിയൊക്കെ ആയതുകൊണ്ട് ഒരു 8 ടൺ മണ്ണൊക്കെ നമുക്ക് നഷ്ടപ്പെടാം. പക്ഷെ എന്നാലും അതിന്റെ എത്രയോ ഇരട്ടി, 5 ഇരട്ടിയിലധികമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. അപ്പോൾ മണ്ണിന്റെ നഷ്ടം തീർച്ചയായും മേൽമണ്ണാണ് ഒലിച്ചു പോകുന്നത്. മേൽമണ്ണ് ഒലിച്ചു പോകുമ്പോൾ ഉൽപാദനക്ഷമതയുള്ള മേൽമണ്ണാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. 3 മീറ്റർ ആഴത്തിലാണ് നമുക്ക് മേൽമണ്ണും അതുമായി ബന്ധപ്പെട്ട ലെയറും ഉള്ളത്. അപ്പോൾ തീർച്ചയായും അത്രയും ഭാഗത്ത് മാത്രമേ മഴവെള്ളം കരുതി വെക്കാനും കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ കരുതി വെക്കാൻ കഴിയുന്ന മണ്ണിന്റെ അടരുകൾ ഇല്ലാതെയും കൂടെ ആയാൽ, തീർച്ചയായും മണ്ണൊലിപ്പിലൂടെ നഷ്ടപ്പെട്ടാൽ മണ്ണ് വെള്ളം കരുതി വെക്കാനുള്ള ഇടമില്ലാതാകുന്നത് മാത്രമല്ല ജൈവാംശം നഷ്ടപ്പെടുന്നു, കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ വൃക്ഷലതാദികളുടെയും സസ്യങ്ങളുടെയൊക്കെ ഉൽപാദന ശേഷി കുറയുന്നു. അങ്ങനെ വളരെ ഗൗരവമായ വലിയ പ്രതിസന്ധിയാണ് മണ്ണുമായി ബന്ധപ്പെടുത്തി നാം ലോകത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ ന്യൂട്രിയൻസ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിൽ വളം ചെയ്യണം, അല്ലെങ്കിൽ മണ്ണിനെ പരിപാലിക്കേണ്ടതാണ്. പലപ്പോഴും NPK എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നൈട്രേറ്റ്, പൊട്ടാസ്യം, കാൽഷ്യേറ്റ് എന്ന് പറയുന്ന വസ്തുക്കളൊക്കെ ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചിട്ടാണ് മണ്ണിൽ വളമൊക്കെ ചെയ്യുന്നത്. അതിന്റെ കാലമൊക്കെ പോയി. മണ്ണിന്റെ മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ അംശമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഏറ്റവും സൂക്ഷ്മ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതെന്തിന്റെ കുറവാണുള്ളത്, നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ സിയും ഡിയും എയും ബി ഒക്കെ പരിശോധിക്കും പോലെ മണ്ണിന്റെ ഏത് സൂക്ഷ്മാംശമാണ് കുറവുള്ളത്, ഏത് പോഷക ഘടകമാണ് കുറവുള്ളത് എന്നറിഞ്ഞുള്ള വളരെ ഗൗരവമായ പരിപാടികൾ ആവശ്യമുണ്ട്.
അപ്പൊ തീർച്ചയായും മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ, ഓരോ തരി മണ്ണും സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് വെള്ളത്തെയും സസ്യലതാദികളെയും ഒന്നും സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല. ഇവയൊരു പരസ്പര ബന്ധിതമായി നിൽക്കുന്ന ഒരു ചാക്രിക വ്യവസ്ഥയാണ്. മണ്ണ്, വെള്ളം, ജൈവസമ്പത്ത്, വൃക്ഷലതാദികൾ, അതുപോലെ സസ്യങ്ങൾ, ഇവ പിന്നെ വരുന്ന ജന്തുക്കൾ, മനുഷ്യർ, ഇങ്ങനെ എല്ലാം ചേരുന്ന ഒരു സംവിധാനത്തിന്റെ ശൃംഖല നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും മണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇപ്പൊ 4ാം തലമുറയിലേക്ക് പോയിട്ടുണ്ട് റബ്ബറിന്റെ സ്ഥലങ്ങളൊക്കെ. അത് ആ പ്രദേശങ്ങളൊക്കെ ഇനി എന്തൊക്കെയാണ് അവിടുത്തെ മണ്ണിന് സംഭവിക്കുക? അതുപോലെ തന്നെ മറ്റ് പല രൂപത്തിൽ നമ്മൾ വയലും ദേവമായി നിർത്തുന്നു, അതിന്റെ പ്രതിസന്ധികൾ വരാനിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നത്, നെല്ല് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിച്ചുകൂടെ? നമുക്കിവിടെ ആവശ്യത്തിന് നെല്ല് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ നെല്ല് ഉത്പാദിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൂടെ? ഇത് ചോദിക്കുന്നവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെയാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത്, വയൽ എന്ന് പറയുന്നതിന്റെ ധർമ്മം, പാരിസ്ഥിതികമായ ഒരു ധർമ്മം കൂടി വയലിനുണ്ട്. അത് മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ തീർച്ചയായും മണ്ണിനെ സംരക്ഷിക്കുന്ന, മണ്ണിനെ കരുതുന്ന ഒരു തലമുറ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മണ്ണിലെ സൂക്ഷ്മാംശം എന്തെന്ന് പരിശോധിക്കുവാനൊക്കെ സംവിധാനമുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മണ്ണിന്റെ ഉൽപാദനക്ഷമത നമുക്ക് നിലനിർത്തേണ്ടത്. ആ തരത്തിൽ മണ്ണിനെ മനസ്സിലാക്കുന്ന, മണ്ണിനെ സംരക്ഷിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മലനിരകൾ മുതൽ ചരിഞ്ഞ പ്രദേശം മുതൽ താഴ്വര വരെയുള്ള, അല്ലെങ്കിൽ സമതലം വരെയുള്ള ഓരോ പ്രദേശത്തും വിവിധ തലങ്ങളിലുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പറ്റും. അങ്ങനെ മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും മണ്ണൊലിപ്പ് തടയുകയും ജലത്തെ സംരക്ഷിക്കുകയും പ്രകൃതിയാകെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മണ്ണ് സംരക്ഷണ ദിനത്തിൽ നാം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ്. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും മണ്ണ് സംരക്ഷിക്കുവാനുള്ള, നമ്മുടെ മരുവൽക്കരണത്തെ ചെറുക്കുവാനുള്ള, ജലസംരക്ഷണത്തിന് ആവശ്യമായ, പ്രകൃതിയുടെ സംരക്ഷണത്തിന് ആവശ്യമായ മണ്ണിനെ കൂടുതൽ നമുക്ക് സംരക്ഷിക്കാം, നിലനിർത്താം. ഓരോ തരി മണ്ണും നമുക്ക് പൊന്നാണ്, അത് നമ്മുടെ സമ്പത്താണ്, നമുക്ക് അന്നം തരുന്ന ഇടമാണ്. ആ അന്നം തരുന്ന പ്രദേശത്തെ പരമാവധി നമുക്ക് സംരക്ഷിച്ചു നിലനിർത്താം.